അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. മാതാ അമൃതാനന്ദമയിക്കെതിരെ സാമ്പത്തികമായ ആരോപണം, ലൈംഗിക അരാജകത്വത്തിന്റെ ആരോപണം. 25 വർഷം അമ്മയ്ക്ക് ഹാർമോണിയം വായിച്ച ഒരു ബ്രഹ്മചാരി കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. പിന്നെ മണി സ്വെൻലി, പിന്നെ ഹിപ്പോക്രസി, ഫേക്ക്, ഒരു ആശ്രമത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിന്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. യാതൊരു ദിവ്യത്വവും ഇല്ല എന്ന് 2 പതിറ്റാണ്ട് താമസിച്ച ഗെയിൽ പറയുന്നു. അതായത് അമ്മയുടെ ശിഷ്യന്മാരും അമ്മയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു. 30 വർഷം തന്റെ ശിക്ഷണത്തിൽ നിർത്തിയിട്ടും അവർക്ക് പണം അപഹരിക്കാനാണ് തോന്നിയിട്ടുള്ളെങ്കിൽ തന്റെ ശിക്ഷണം അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്വന്തം ശിഷ്യന്മാരെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ലോകത്തിന് സമാധാനം പകരാൻ കഴിയും? ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് അമ്മയുടെ ആശ്രമത്തിൽ വളരെ കാലം കൊണ്ട് ജോലി ചെയ്തിരുന്നൊരു വ്യക്തി, അങ്ങനൊരു വ്യക്തിയാണ് ഈ KP നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയും. ആ വ്യക്തി ഇത്രയും നാളും ആശ്രമ ജീവിതം നയിച്ചതിന് ശേഷം ഇങ്ങനെ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിലെന്തുകൊണ്ട് ഇപ്പോൾ ആളുകൾ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ചില അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. ആ അന്ധവിശ്വാസത്തിലൂടെ പലരെയും ചൂഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ പലരും പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുറേ വാർത്തകൾ കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പലരും പിന്നോട്ട് ചിന്തിച്ചെന്ന് വരാം. അവിടെയാണ് ഇപ്പോൾ അമ്മയുടെ ആശ്രമവും സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നത്. അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ആശ്രമത്തിന് വെളിയിൽ പോകുന്നവർ, അതായത് വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തിട്ട് വെളിയിൽ പോകുന്ന പല വ്യക്തികളും പിന്നീട് അവർ കള്ളന്മാരാണ്, അല്ലെങ്കിൽ അവിടെ നിന്നും അവർ പൈസ കട്ടെടുത്തുകൊണ്ട് പോയി എന്നുള്ള കേസുകളാണ് അവർക്കെതിരെ വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ശക്തിയുള്ള ഈ അമ്മയ്ക്ക് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൂടായിരുന്നു? ഇല്ലെങ്കിൽ അവരെ ആ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൂടായിരുന്നു? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ചിന്തിക്കുന്നത് അമ്മ ദൈവമാണ്, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, അത് തെറ്റാണ്, അത് ദോഷം ചെയ്യും എന്ന രീതിയിലായതുകൊണ്ടൊക്കെ തന്നെ ആരും ഇതിനെ എതിർക്കുന്നില്ല എന്ന് തന്നെ പറയണം. ആരും പല സത്യങ്ങളും തുറന്നു പറയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, പക്ഷേ ആരും അന്വേഷണം നടത്തുന്നില്ല. ആശ്രമത്തിൽ നിറയെ പേര് കൊല്ലപ്പെടുന്നുണ്ട്, എന്നാൽ ഒരന്വേഷണവുമില്ല. ആശ്രമത്തിൽ പലരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, എന്നാൽ ഒരന്വേഷണവുമില്ല. അത് ഏത് പാർട്ടി ഭരിക്കാൻ വന്നാൽ തന്നെയും അങ്ങനെ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവരുടെ വളർച്ചയും. ഒരു തരത്തിൽ പലരും ആശങ്കപ്പെടുന്നത് പോലെ തന്നെ വിശ്വാസത്തിൻ്റെ മറവിൽ എന്തെങ്കിലും മോശം പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഈ ആത്മഹത്യയും അതുപോലെ തന്നെ പീഡനങ്ങളും എല്ലാം സത്യമാണോ എന്നൊരു അന്വേഷണമെങ്കിലും നടത്തി അതിനൊരു കൺക്ലൂഷൻ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷനിലെ ആളുകൾ അത് സംശയത്തോടെ തന്നെയാണ് കാണുന്നത്. അതായത് ഈ അമ്മയ്ക്ക് ശക്തിയുണ്ടോ, ആ അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ തടഞ്ഞുകൂടായിരുന്നോ, എന്തുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് പോകുന്നവരെല്ലാം കുറ്റക്കാരാകുന്നു, ഇല്ലെങ്കിൽ അവരിൽ പലർക്കെതിരെയും കേസ് കൊടുക്കുന്നത് എന്തുകൊണ്ട്, അവിടെയൊക്കെ ശക്തിയുള്ള ഒരു അമ്മയായിരുന്നെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടുപിടിക്കില്ലായിരുന്നോ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ തടയില്ലായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കെതിരെ പണത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് അമ്മയ്ക്ക് എന്തിനാണ് പണം ആവശ്യമുള്ളവരെടുത്തോട്ടെ, ആവശ്യത്തിന് വേണ്ടിയല്ലേ എടുത്തത് എന്നുള്ള രീതിയിൽ അവരെ വീണ്ടും നന്മയിലേക്ക് നയിക്കേണ്ടതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഈ നാരായണൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, താൻ കേസ് കൊടുത്തിട്ട് പോലും ആ കേസ് എടുക്കുന്നില്ല. അവിടെയൊക്കെ നമ്മുടെ നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. അതായത് ഏത് പൗരനായാലും എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് എടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അതിലൊരു അന്വേഷണമെങ്കിലും നടത്തേണ്ടതാണ് എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോകുന്നു എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവരൊക്കെ എല്ലാം സമർപ്പിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും അപാകത അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പൊറുക്കാനും അല്ലേ കഴിയേണ്ടത്? ക്ഷമയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്നും ക്ഷമയില്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെന്നും അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെർഫ്യൂം ഫാക്ടറിയിൽ പോയാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും ഒരാൾക്കുണ്ടാവുക. കൽക്കരി ഫാക്ടറിയിൽ പോയാൽ അയാളുടെ ദേഹമാകെ കരിപുരടും. അമ്മയ്ക്ക് 25 വർഷം ഹാർമോണിയം വായിച്ച ഒരാൾക്ക് പണം അപഹരിക്കാനുള്ള മനസ്സാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സംസർഗം കൊണ്ട് വന്നതല്ലേ, മറ്റെന്താണ് ഇതിന് പറയാൻ കഴിയുക? അമ്മ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞൊരു രീതി വെച്ച്, അതായത് 20 വർഷം അവിടെ നിന്നിട്ടും അദ്ദേഹത്തിന് മോഷ്ടിക്കാനാണ് തോന്നിയതെങ്കിൽ അപ്പോൾ ആ ആശ്രമത്തിൻ്റെ കുഴപ്പമാണോ? അവിടെ അങ്ങനെയുള്ള രീതിയിലാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്.
അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 20 വർഷമായിട്ടും ആശ്രമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് ദൈവകൃപയുള്ള അല്ലെങ്കിൽ ദൈവമാണെന്ന് കരുതുന്ന അമ്മ, ആ അമ്മയുടെ അടുത്ത് നിന്നിട്ടും അവർക്ക് മോഷ്ടിക്കാനാണ് തോന്നിയതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആശ്രമം എന്നാണ് പലരും ചോദിക്കുന്നത്. ഒരമ്മ, അവർക്ക് ശക്തിയുണ്ട്, ആ ശക്തിയുടെ പ്രഭാവത്തിൽ പലരെയും സഹായിക്കുന്നുണ്ടായിരിക്കാം. ആ സഹായിക്കുന്നതെല്ലാം സ്വന്തം കാശ് ഉപയോഗിച്ചല്ല, മറ്റുള്ളവർ കൊടുക്കുന്ന ദാനത്തിൻ്റെ പുറത്താണ് ആ സഹായങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ പൈസ ഉപയോഗിച്ച് അമ്മ ജനങ്ങളെ സഹായിക്കുന്നു. അവിടെ അപ്പോൾ അമ്മ ഒരു ഇടനിലക്കാരിയാണോ? അതായത് ശക്തിയുള്ള ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ പണം? അല്ല, അമ്മ മറ്റുള്ളവരുടെ പണം വാങ്ങിയാണോ സഹായിക്കേണ്ടത്? അതായത് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ പണമുണ്ടാക്കിയല്ലേ സഹായിക്കേണ്ടത്? അവിടെ അമ്മയെ സ്നേഹിക്കുന്നവർ തന്നെ പറയുന്നത് അമ്മ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പണം വാങ്ങി സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുകയും കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വസ്തുവകകൾ മേടിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ പല വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവർ അവിടം വിട്ട് പോവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും മോശമായുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ അവരെ കള്ളക്കേസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവിടെയുള്ള അമ്മയെ സ്നേഹിച്ച, അതായത് 10-26 വർഷത്തോളം അമ്മയെ സ്നേഹിച്ചവർ തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറയുന്നത്. അതൊരാളല്ല, രണ്ടാളല്ല, പല ആളുകൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവിടെ നടത്തുന്ന ലൈംഗികമായിട്ടുള്ള ചൂഷണത്തെപ്പറ്റി വരെ പലരും വിവരിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ അതിലൊക്കെ ഒരു അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് അമ്മയെ എല്ലാവരും പേടിക്കുന്നു? ഒന്ന്, അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we could brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, അമ്മ സെക്ഷൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമം ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. പക്ഷെ എങ്കിൽ പോലും വർഷങ്ങളായിട്ട് ഗെയിലിനെ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ, സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തു, അത് സഹിച്ചു കിടക്കാൻ വേണ്ടി ഗെയിൽ എന്തിനു നിന്ന് കൊടുത്തു? സി, യു ആർ നോട്ട് ലൈക്ക് എ നോർമൽ സേ ഇന്ത്യൻ വുമൺ. You are not illiterate. You are literate. You have seen the world. ലോകം കണ്ട സ്ത്രീയാണ്. Again, പറയുന്ന പോലെ I was afraid. Again, like I said, ആരെങ്കിലും അറിഞ്ഞാൽ, അമ്മയെ അറിയിച്ചാൽ, അമ്മ ചിലപ്പോൾ എന്നെ പുറത്തേക്കാക്കും. അപ്പോൾ ആ കാലത്ത് അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ എനിക്ക് സഹിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് എൻ്റെ that life, it was all I wanted ആ സമയത്തിൽ. എൻ്റെ ജീവിതം അത് മാത്രം I wanted. So I was not willing to sacrifice. അങ്ങനെ ഒരു രഹസ്യം ഉള്ളിൽ വെച്ചു. I know, മനസ്സിലായി. ഇത് ഒരു സാധാരണ മനുഷ്യത്തെ കേട്ടാൽ വിചാരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒത്തിരി ഈ സെക്ഷൽ അബ്യൂസ് വിക്ടിംസ് അവർ ചിലപ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ മനസ്സിലാവുന്ന അവർ സെക്ഷലി അബ്യൂസ്ഡ് ആയിരുന്നു. ഇറ്റ്സ് ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലമാണ്. സൈക്കോളജിക്കലി ഐ ക്യാൻ സീ നൗ ഐ വാസ് എ വിക്ടിം, manipulation of my own desire to stay. I was a victim of the situation and of my own psyche, my own mind. അമ്മയുടെ കൂടെ തുടർന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം അത് സഹിച്ചു, അല്ലേ? You had to bear with that. കഷ്ടപ്പെടുന്നവർക്ക് സലാഡ് ഉണ്ടാക്കി കൊടുത്തതിന് 200 രൂപ വെച്ച് 6 മാസം മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് കൈവയ്ക്കും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. എന്തിനിത്ര അടിമത്തം സൃഷ്ടിക്കണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ധാരാളം പണമുണ്ട്, എന്നിട്ടും ഇങ്ങനെ അന്തേവാസികളെ പീഡിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ക്രൂര മനോഭാവമല്ലേ? അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്തിനീ പണം? ഈ പണമെല്ലാം എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ? അമ്മയ്ക്ക് ശക്തിയുണ്ട്, പണത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ അവിടെ ഇത്രയും നാളും ജോലി ചെയ്തിട്ട് അവരെ വീണ്ടും പീഡിപ്പിക്കുകയാണോ വേണ്ടത്? ഇവിടെയൊക്കെ ശക്തിയുള്ള ഒരു അമ്മയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഇവിടെയൊക്കെയാണ് പല ആണുദൈവങ്ങളെയും നമ്മൾ ഇപ്പോൾ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഒരു 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ഒരു പൂജാരി പീഡിപ്പിച്ച കഥ നമ്മൾ കേട്ടത്. അതും ആ പെൺകുട്ടി അവിടെ പോകാനിടയായത് ആ പെൺകുട്ടിയുടെ അമ്മ കാരണമാണ്. ആ അമ്മ ആ പൂജാരിയെ എത്രമാത്രം വിശ്വസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ പൂജാരിക്ക് ശക്തിയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ആ അമ്മ വിശ്വസിച്ചത്. അവസാനം സ്വന്തം മകളെ പീഡിപ്പിച്ച അവസ്ഥയിൽ കാണേണ്ടി വന്നതും ആ അമ്മയ്ക്ക് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് പല ആൾദൈവങ്ങളും നമ്മുടെ മുന്നിൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയൊക്കെ ഒന്ന് യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾദൈവങ്ങൾക്ക് ശക്തി ഉണ്ടോ എന്നൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ
അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും ആ സത്യത്തെ പലരും ഭയക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ സത്യത്തെ മനഃപൂർവ്വം മറക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 4-5 പേര് 25-30 വർഷം നിന്നവർ ആശ്രമത്തിൽ നിന്ന് പോകേണ്ടി വന്നു. നമ്മൾ കാരുണ്യത്തെക്കുറിച്ച് പറയുകയും എന്നിട്ട് നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ കല്ലെടുത്തെറിയുകയും ആണെങ്കിൽ അതിനെങ്ങനെ സഹിച്ചു നിൽക്കും? കേരളത്തിൽ കുറച്ച് വർഷം മുമ്പ് എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് സമരമുണ്ടായിരുന്നു. അപ്പോൾ 2 നഴ്സിംഗ് സമരക്കാരുടെ കാലടിച്ച് പൊട്ടിച്ച സംഭവം ഒരു കാരുണ്യ പ്രസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ശമ്പളത്തിന് വേണ്ടിയാണ് എല്ലാവരും സമരം ചെയ്യുന്നത്. പക്ഷേ കാലടിച്ച് പൊട്ടിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്ന കാര്യമാണ്. അവരെ പണം കൊടുത്ത് കേസിൽ നിന്ന് രക്ഷിച്ച് അതിലൊരാൾ ഇപ്പോഴും അവിടെ പുറത്തു വിടാതെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഇയാൾ കള്ളസ്വാമിയാണ്, ഇയാൾ അവിടുന്ന് പൈസ കട്ടിട്ട് പോയതാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് പൈസ കിട്ടാതെ കൊണ്ട് പോയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് ഇടും. അത് തെറ്റൊന്നുമില്ല, ആളുകളെ എല്ലാം പ്രതികരിക്കും. പക്ഷേ യാഥാർത്ഥ്യം, ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് യാഥാർത്ഥ്യം അവിടെ എന്ത് നടക്കുന്നു എന്നറിയില്ലോ. മനുഷ്യന് പണത്തിന് ഇത്രയും അത്യാഗ്രഹം ഉണ്ടാകുമോ? എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് സ്വന്തം ശിഷ്യന്മാർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ ജയിലിൽ കിടത്തുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. ഈ ഒരു രാക്ഷസഭാവമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒത്തിരി പേരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പണം സ്വാധീനം കൊടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ FIR ഇടാൻ തയ്യാറാവും. ഞാനൊരു പരാതി രേഖാമൂലം കൊടുത്തു, മൊഴിയും കൊടുത്തു, എന്നിട്ട് എൻ്റെ പരാതിയിൽ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒന്നല്ല പറഞ്ഞാൽ തീരാതെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തിയുള്ള അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതും ശിഷ്യഗണങ്ങളുടെ പൈസ കൊണ്ട് തന്നെ വളർന്ന ഒരു വ്യക്തി, ആ വ്യക്തികളിൽ ഒരാൾ തന്നെ പൈസ എടുത്തു എന്ന് പറഞ്ഞ് കേസും കൊടുത്ത് അവരെ പീഡിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇവിടെയൊക്കെ ശക്തിയുള്ള അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം ഈ ജനറേഷനിലുള്ള പല ആളുകളും ചോദിക്കുന്ന ചോദ്യവും. അതുപോലെ തന്നെ അമ്മയ്ക്കേറെയുള്ള ഒരു കേസും ആരും എടുക്കത്തില്ല, ഒരു പോലീസും അവിടെ ഒരു കേസായിട്ട് രേഖപ്പെടുത്തത്തില്ല. എന്നാൽ അമ്മ കൊടുക്കുന്ന കേസുകളെല്ലാം അവിടെ രേഖപ്പെടുത്തുകയും അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശക്തിയുള്ള അമ്മ ചെയ്യേണ്ടത് ഈ കേസുകളൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ? അതും അമ്മയുടെ ശിക്ഷഗണങ്ങൾ തന്നെ ഇങ്ങനെ കള്ളന്മാരായി തീരുകയാണെങ്കിൽ അവരെ എന്ത് പറഞ്ഞ് നമ്മൾ വിളിക്കണം? ഈ 20 വർഷവും ഇല്ലെങ്കിൽ 25 വർഷവും ആശ്രമ ജീവിതം നയിച്ചതിന് ശേഷവും അവർ കള്ളന്മാരായി തുടരുകയാണെങ്കിൽ അവിടെ കള്ളത്തരമാണോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു പോകും. അവിടെയാണ് പലരും പറയുന്നത്, ആശ്രമത്തിലുള്ള പല കാര്യങ്ങളും ഇല്ലെങ്കിൽ ആശ്രമത്തിൽ നടക്കുന്ന മോശം കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അതായത് കുറേ അന്ധവിശ്വാസികളുണ്ട്, അവരെ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്തവരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർക്കൊരു കാരണം മതി. പുറത്തുപോയ ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മോഷ്ടാക്കളായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ കള്ളന്മാരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിരിക്കുന്ന കുറേ ആളുകൾ അവരത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല, അങ്ങനെയെങ്കിൽ ഇത്രയും നാളും 20 വർഷം അവിടെ താമസിച്ച് വളർന്ന വ്യക്തികൾ അവരെല്ലാം കള്ളന്മാരായി തീർന്നത് എന്തുകൊണ്ട്? നാളെ നമ്മളും കള്ളന്മാരായി പെടുമോ? ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്? ആശ്രമത്തിൽ വന്നത് തന്നെ നല്ലവരായി തീരാനും ഇല്ലെങ്കിൽ മോശം കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടിയല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇത്രയും നാൾ അവിടെ നിന്ന വ്യക്തികൾ തന്നെ കള്ളന്മാരാവുകയാണെങ്കിൽ നമ്മളും നാളെ കള്ളന്മാരായി തീരില്ലേ എന്നുള്ള ഒരു ചിന്ത പോലും അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ആൻസർ മതി. അവന്മാർ കള്ളന്മാരായതുകൊണ്ട് ഇവിടുത്തെ പണം അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് കേസ് കൊടുത്തു. അത് വിശ്വസിച്ചിരിക്കുന്നവരാണ് പലരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളവർ നിലനിന്ന് പോകുന്നത്. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോകാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല, പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. ഇത് പാവങ്ങൾക്ക് സേവനം ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്തേവാസികൾ എല്ലാവരും തന്നെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. അവരാരും തന്നെ ശമ്പളം പറ്റുന്നില്ല. അപ്പോൾ ആ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്? ആദ്യമൊക്കെ കുറേ കൊടുത്തിരുന്നു, ഇപ്പോൾ കൊടുക്കലെല്ലാം വളരെ കുറവാണ്. അതെ, പലരും പറയുന്ന ഒരു ഉത്തരമാണ്, അമ്മ ഇഷ്ടംപോലെ ആളുകളെ സഹായിക്കുന്നുണ്ട്, അതായത് പലരെയും സഹായിക്കുന്നുണ്ട്. അവിടെയൊക്കെ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം, ഇതൊക്കെ ആരുടെ പൈസയാണ്? അമ്മയുടെ പൈസയാണോ? ഇത് അവിടെ വരുന്ന ഓരോ ശിഷ്യഗണങ്ങളുടെയും പൈസ തന്നെയാണ്. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് ഭാഗമെടുത്ത് അവർക്ക് തന്നെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശ്രമം എന്താണ് ചെയ്യുന്നത്? അതുപോലെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ശക്തിയുള്ള അമ്മയ്ക്ക് എന്തിനാണ് നമ്മൾ പൈസ നൽകുന്നത്? ഇല്ലെങ്കിൽ പൈസ നൽകേണ്ട ആവശ്യകത എന്താണ്? ഇവിടെ പലയിടങ്ങളിലും വസ്തുവകകൾ മേടിച്ചിടുകയും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്.
ഇതിൻ്റെയൊക്കെ ആവശ്യകതകൾ പറയാൻ പല ന്യായങ്ങളും കാണും. എന്നിരുന്നാലും ശക്തിയുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് എന്തിന് പൈസ കൊടുക്കണം? അവർക്ക് ആ ശക്തി ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തൂടെ? അവരുടെ കണ്ണീരൊപ്പിക്കൂടെ എന്നുള്ള പുതുതലമുറയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അവിടെയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ ഇവിടെ നടന്നു വരുന്ന പല സംഭവങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. അതായത് പൂജാരിമാർക്ക് പൈസ കൊടുക്കുന്നു, അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയുന്നു, ദൈവം പറഞ്ഞതാണ് എന്ന് കരുതി തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് സംഭവിക്കുന്നത് എന്താണ്? അവസാനം പോകുമ്പോൾ ദക്ഷിണ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പൈസ വാങ്ങി വയ്ക്കുകയും അതുപയോഗിച്ച് തന്നെയാണ് അവർ ജീവിക്കുകയും ചെയ്യുന്നത്. അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭക്തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പരിഹാരം നൽകുന്ന ആൾ തന്നെ ഫീസ് വാങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇവരെല്ലാം ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങളെ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങളുടെ പൈസ മൂലമാണ്, ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങളുടെ വിശ്വാസം മൂലമാണ്, ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങളുടെ അന്ധവിശ്വാസം മൂലമാണ്. അത് നാടിന് ദോഷം തന്നെ ചെയ്യും. പിന്നീട് ഒരുപക്ഷെ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ളവരെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കുകയാണെങ്കിൽ തന്നെ ഈ ശിഷ്യഗണങ്ങൾ വാ മൂടിക്കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കാണേണ്ടി വരുന്നത്. അതായത് മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ, ഇല്ലെങ്കിൽ ഗുരുവിനെ അപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ ശിഷ്യഗണങ്ങൾ എന്ന് പറയുന്നവർ. അവർ തന്നെയാണ് ഇങ്ങനെയുള്ളവരെ നാട്ടിൽ വളർത്തിയെടുക്കുന്നതും പിന്നീടുള്ള ഫ്യൂച്ചറിൽ ഇങ്ങനെ പല ആളുകളെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഇത് നിന്നു പോകുമെന്നൊരു തെറ്റായ ധാരണയും എനിക്കില്ല. ഇങ്ങനെയുള്ള ശിഷ്യന്മാരുള്ളിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ഇത് പുറത്തു പറയാനും മടിയായിരിക്കും എന്നുള്ളതുകൂടി ഓർക്കേണ്ടതാണ്. ഇപ്പോൾ സ്ഥലം വാങ്ങിക്കൂട്ടാനും അതുപോലെ ബിൽഡിംഗ് കെട്ടുവാനുമാണ് കൂടുതൽ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 2,000-3,000 ഏക്കർ സ്ഥലം കാണും. അത്രയും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പാവങ്ങളായിട്ടുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുവാനും അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് കുറച്ച് മരുന്ന് പൈസ കുറച്ച് കൊടുക്കാനും എല്ലാ സംവിധാനം ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ അതിലൊന്നും താല്പര്യമില്ല. ഇപ്പോൾ കൂടുതൽ പണസമ്പാദനത്തിലാണ് ആ ശ്രമത്തിന് താല്പര്യം. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം കൂടുതൽ പണം വേണം എന്നുള്ള ചിന്ത തന്നെയാണ്. അങ്ങനെയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി അന്തേവാസികളെ ജോലിക്കാരാക്കി മാറ്റി ശമ്പളം പറ്റുന്നതായി കാണിച്ച് അവരുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അവർ ആശ്രമം വിട്ടുപോവുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ ആശ്രമം തന്നെ അതെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതാരെങ്കിലും തുറന്നു പറയുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ കാരുണ്യ പ്രസ്ഥാനം എന്നല്ല പറയുന്നത്. എല്ലാവരും ത്യാഗികളും സന്യാസിമാറുമല്ലേ? അപ്പോൾ ലോകത്തിന് സേവനമല്ലേ ചെയ്യേണ്ടത്? ശങ്കരാചാര്യർ പറയുന്ന സന്യാസം പറയുകയും എന്നിട്ട് ഇല്ല എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതെങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ടു പോകും? ആ ത്യാഗത്തിന്റെ മാർഗ്ഗത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ നടക്കും. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിപരീതമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് അന്തേവാസികളൊക്കെ അസ്വസ്ഥമാകാൻ തുടങ്ങിയത്. അവർ പ്രതീക്ഷിച്ച അല്ല അവർ മനസ്സിൽ കണ്ട മൂല്യങ്ങളൊന്നും അവിടെ കാണാൻ കഴിയാത്ത അവസ്ഥ വരും. അതെ, മൂല്യങ്ങളൊന്നും അവിടെ കാണാതിരിക്കുമ്പോൾ കുറച്ച് ചിന്തിക്കുന്നവരെങ്കിലും കാണും. അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്, അവിടെ പലതും മറ്റൊന്നിനോ വേണ്ടിയാണ് നടക്കുന്നത് എന്നുള്ള തോന്നൽ വരുമ്പോൾ പലരും ചിന്തിക്കും. എല്ലാ ശിഷ്യഗണങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ചിലരെങ്കിലും ചില വാക്കുകൾ കേട്ട് മാറി ചിന്തിച്ചെന്ന് വരാം. ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തോന്നൽ വരാം, ഈ ഒരു അമ്മയും ഒരു സാധാരണ സ്ത്രീയല്ലേ, ഇവർക്ക് എന്താണ് ശക്തി ഉള്ളത്, ഇവർ ഇത്രയും നാളെ എന്താണ് ചെയ്തത്, ഇവർ എവിടെയാണ് താമസിച്ചത്, ഇവർ എത്ര വിവാഹം കഴിച്ചു, അതുപോലെ തന്നെ അവർ നേരിൽ കണ്ട കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എന്തായാലും കുറച്ച് ശിഷ്യന്മാരെങ്കിലും, അതായത് ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഇല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് തോന്നലുള്ളവരൊക്കെ പിന്മാറി പുറത്തേക്ക് വരും. ഒരുപക്ഷെ ആ ഒരു തരത്തിൽപ്പെട്ട കുറച്ച് പേരായിരിക്കും ഇവർ. പലരും ഇതെല്ലാം അറിഞ്ഞും സഹിക്കുന്നവരായിരിക്കും കൂടുതലും ആളുകൾ. അവരിൽ പലരും ഇതെല്ലാം സഹിച്ചു കഴിയുന്നവരായിരിക്കും. കുറച്ച് പേർ അതിൽ നിന്നും ലാഭം പറ്റുന്നവരായതുകൊണ്ട് തന്നെ അവരും തുറന്നു പറയത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോഴാണ് അസ്വസ്ഥതയും അസ്വാരസ്യവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കാരുണ്യവും സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുകയും പുസ്തകം എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുകയും ഗവൺമെന്റിനെ സാധാരണക്കാർ പോലും ചെയ്യാത്ത രീതിയിൽ വഞ്ചിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ നികുതി അടച്ചാലല്ലേ ഗവൺമെന്റിന് റോഡ് പണികളും പാലം പണികളും അതുപോലെ ജനങ്ങൾക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കള്ളത്തരം ചെയ്തിട്ട് സേവനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സേവനം ഉള്ളത് കൊണ്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. എല്ലാവരും അല്ലെ മാതാമൃതാനന്ദമയി മഠം പോറ്റെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ടോ? കൊടുത്താൽ ആളുകൾ വാങ്ങുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിത് പണം സമ്പാദിക്കാൻ വേണ്ടി കാരുണ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായി കാണാൻ പാടില്ല. മറ്റുള്ളവരെ സേവിക്കാനും സ്നേഹിക്കുവാനുമാണ് ഞങ്ങളെല്ലാവരും ആശ്രമത്തിൽ പോയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ആശ്രമത്തിന്റെ വളർച്ച. ഇന്നിപ്പോൾ ആശ്രമം വളർന്നു വരുമ്പോൾ ഞങ്ങളെ ചവിട്ടിത്താത്തി നിങ്ങളൊന്നും ഞാൻ നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, പോകേണ്ടവർക്ക് പോകാം എന്ന് പറയരുത്. അമ്മയുടെ ഒരു ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ കെട്ടി അതിന് ഹോസ്പിറ്റലിന് ബോർഡ് വെച്ചിട്ട് രോഗികൾ വരണ്ട എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന്. അതുപോലെ ആശ്രമം എന്ന് പേര് വെച്ച് ബ്രഹ്മചാരികളോ മറ്റോ വന്നു ചേർന്നതിന് ശേഷം ഞാൻ ആരും വിളിച്ചില്ല എന്ന് പറയുന്നത് ആ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതെ വരില്ലേ? വാക്കും പ്രവൃത്തിയും പൊരുത്തമില്ലാത്തത് വരുന്നത് മൂല്യം നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ? പണം ഉണ്ടാക്കാൻ വേണ്ടി വാക്ക് മാറ്റി പറയേണ്ടി വരുന്നില്ലേ? അപ്പോൾ മൂല്യച്യുതി വന്നില്ലേ? അപ്പോൾ സത്യത്തിലും നിഷ്ഠയിലും ഉറച്ചു ജീവിക്കുന്നവർ ചോദ്യം ചെയ്തെന്ന് വരും. അപ്പോൾ വെപ്രാളപ്പെട്ടിട്ടോ അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമുണ്ടോ? കാരണം ലോകം മുഴുവൻ അധർമ്മവും അസത്യവും നടക്കുമ്പോൾ അതിന് മാതൃകയായി നിൽക്കേണ്ടവരല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ പോരായ്മയുണ്ടെന്ന് തിരുത്തേണ്ടവരല്ലേ? അത് ജീവിച്ച് കാണിക്കേണ്ടവരല്ലേ? അവർ തന്നെ ഈ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി നീതി വെട്ടിപ്പും പല വഴികളും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ധ്യാനജവാദികൾ എത്രമാത്രം സത്യസന്ധമായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ചില ശിഷ്യഗണങ്ങളുണ്ട്,
അവർക്കറിയാം അമ്മയ്ക്ക് ശക്തിയില്ല എന്നുള്ള കാര്യം. അവർക്ക് അമ്മയ്ക്ക് ശക്തി ഉണ്ടെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അമ്മയുടെ പ്രവർത്തനങ്ങൾ, ഇല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ശിഷ്യഗണങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഇങ്ങനെയല്ല, ഇതൊക്കെ നിയമത്തിനെതിരാണ്, ഇല്ലെങ്കിൽ ഇവർക്ക് ശക്തി ഉണ്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവിടെ നടക്കുന്നത് ശിഷ്യഗണങ്ങളുടെ തന്നെ പൈസ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് പല കാര്യങ്ങളും കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ വരികയും പല മൂല്യങ്ങളും നഷ്ടപ്പെടുകയും ഇതൊരു ആശ്രമ ജീവിതത്തിൽ നടക്കേണ്ടതല്ലാത്ത പല കാര്യങ്ങളും അവർ കാണുമ്പോഴും ഒക്കെ പലരും വൈകിയാണെങ്കിൽ തന്നെയും പല കാര്യങ്ങളും വെളിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നുന്നത്. ഇതിനു മുമ്പും നമ്മളൊരു ഗെയിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കണ്ടായിരുന്നു. അതൊരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരുന്നു. അവരും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അവരൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്നവരായിരിക്കാം. അതായത് ചില കാര്യങ്ങളൊക്കെ കണ്ണടച്ച് വിട്ടുകളഞ്ഞു, ചില തെറ്റുകളൊക്കെ അവർ പറ്റിപ്പോയതായിരിക്കാം, പിന്നീട് മാറ്റിയെടുക്കും എന്ന് കരുതി മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നവരായിരിക്കണം. പക്ഷേ പിന്നീട് അവർ പുറത്തു വന്ന് പറയുമ്പോൾ ഇത്രയും നാൾ നിങ്ങളവിടെ താമസിച്ചില്ലേ, അപ്പോഴൊന്നും നിങ്ങൾക്ക് തെറ്റുകൾ തോന്നിയില്ലേ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിൽ ആരായാലും ഒന്ന് പെട്ടുപോകുമെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ആലോചിക്കണം, ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. പലയിടത്തും പല കാര്യങ്ങളും നടക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ക്ഷമിച്ച് കളയും. ചിലപ്പോൾ ക്ഷമിക്കുന്നതിൻ്റെ പരമാവധി ക്ഷമിക്കും. അങ്ങനെയുള്ളപ്പോൾ കാലങ്ങൾ കടന്നുപോയെന്ന് വരാം. അതുപോലെ തന്നെ കുറച്ച് ലാഭം അവർക്കും കിട്ടുന്നുണ്ടായിരിക്കാം, അവിടെയും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ പലതും താൻ ചെയ്തത് തെറ്റായിരുന്നു, ആ ആശ്രമത്തിൽ നടന്നതും ശരിയായുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കി ആ ആശ്രമത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾ അറിയണം എന്നുള്ള തോന്നൽ വന്നുകൊണ്ട് പലരും പുറത്തു വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവരെ പോലുള്ളവരും പറയുന്നത്. അതിനെ ഇത്രയും നാളെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ അന്വേഷിക്കാം, എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇല്ലീഗലായിട്ട് അവിടെ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനൊക്കെ അവിടെയൊക്കെ അന്വേഷണമാണ് വേണ്ടത്. അതൊരു പക്ഷേ ഈ ലോക്കലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തെ പോലുള്ളവർ തന്നെ പറയുന്നുണ്ട്, താൻ കേസ് കൊടുത്തിട്ടും അതൊന്നും എടുത്തില്ല. പക്ഷേ ആശ്രമത്തിൽ നിന്ന് കേസ് കൊടുത്തപ്പോൾ അതെടുക്കുകയും പലരെയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശ്രമത്തിനെതിരെ സംസാരിക്കാൻ പേടിയാണെന്നുള്ള കാര്യവും ഇവർ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പിന്നെ പൊട്ടിത്തെറികളും കലുഷമായ അന്തരീക്ഷവുമായിരിക്കും. അതിനെ നേരിട്ട് പിന്നെ അതിനെ സ്വീകരിക്കലേ വഴിയുള്ളൂ. നമ്മളെ കയ്യിലുള്ള ഒരു അമ്പ് തൊടുത്ത് വിട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും പറയുമ്പോൾ അവനെതിരെ ക്രോധം കൊണ്ടിട്ടോ അധികാരം പദവി ഉപയോഗിച്ച് അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് തെറ്റ് പറ്റും, പക്ഷെ അത് തിരുത്താൻ ശ്രമിക്കണം, തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. മഹാ അനുഗ്രഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ചിലപ്പോൾ അത്യാപത്തിന്റെ ഉറവകൾ പൊട്ടി വന്നേക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല എന്ന് വ്യാസഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുന്നവരിൽ നിന്നും ഇത്തരം അത്യാപത്തിന്റെ ഉറവകൾ വന്നേക്കാമെന്ന് മഹാഭാരതം തന്നെ നമുക്ക് സൂചന തരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾ സത്യം തുറന്നു പറയുമ്പോൾ അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടേ. സമൂഹത്തിൽ പരിവർത്തനം വരട്ടെ. സത്യം ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുക. അതല്ലേ ഏറ്റവും നല്ലത്. സത്യം പറയുന്നവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മത്തിന്റെ വഴിയാണ്. സത്യത്തെ ഉയർത്തി പിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അധാർമിക പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിന് വിപരീത ശക്തിയായിട്ട് എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും രീതിയിൽ അത് രൂപപ്പെടും. അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അവനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അത് പ്രപഞ്ച നിയമമാണ്. ഇതിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും ദൈവങ്ങളായിട്ട് ജനിക്കുന്നില്ല. ഇവരെല്ലാം ദൈവങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവിടെയുള്ള കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചോ ഇല്ലെങ്കിൽ സ്വയം വിചാരിച്ചു കൂട്ടിയോ ഇവരെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നത് ഇവിടെ എല്ലാ പൗരന്മാരും തുല്യരാണ്, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്, ആർക്കും ഒരു ശക്തിയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും ചിന്തയിൽ കൂടി കടന്നു വരുന്നതാണ്. അതിന് എത്ര ആളുകൾ പറഞ്ഞാലും ചിലർക്കത് മനസ്സിലാവത്തില്ല. ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് വൈകിയായിരിക്കും അത് മനസ്സിലാവുന്നത്. ചിലർ മനസ്സിലാക്കിയാലും മനസ്സിലാവാതെ മുന്നോട്ട് പോകും. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അവർക്ക് പേടി ഇനി ഈ അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിലോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ഭയന്ന് തന്നെയാണ് പലരും പലതും മറച്ചു വയ്ക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.